ചങ്ങായിമാരെ, ഞാനിന്ന് പറയാൻ പോകുന്നത് ഒരു ചാണക സംഖ്യയായ പ്രതീഷ് വിശ്വനാഥനെ കുറിച്ചാണ്. വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതാവായ ചാണക സംഖ്യ പ്രതീഷ് വിശ്വനാഥനെ കുറിച്ച്. നമ്മുടെ ഹിന്ദുക്കളുടെ ആഘോഷമായ നവമിയുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോയിൽ ഈ ചങ്ങായി പച്ച വർഗീയതയാ പറയുന്നു. ഇവനൊന്നും ഭക്ഷണം ഇല്ലെങ്കിലും വെള്ളം ഇല്ലെങ്കിലും കുടിക്കാൻ വെള്ളം ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല, പച്ച വർഗീയത പറഞ്ഞാൽ മതി, ഇവന്റെ വിശപ്പും തീരും, ഇവനൊക്കെ നല്ല ഉറക്കവും കിട്ടും. ഈ സംഖ്യ ഇന്ന് പറഞ്ഞത് ഹിന്ദുക്കളുടെ ആചാരമായ ആയുധ പൂജയെ കുറിച്ചാണ്. ആയുധ പൂജ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. നമ്മളൊക്കെ ജോലി ചെയ്യുന്ന ആയുധം, അതായത് നമുക്ക് അന്നം കിട്ടുന്നത് ആ ആയുധം വെച്ചിട്ടായതുകൊണ്ട് ആ ആയുധം നമ്മൾ പൂജിക്കും. അതിപ്പോ ആയുധം ആയാലും ശരി, വാഹനം, അതായത് ഡ്രൈവർമാരെല്ലാം വാഹനമാണ് പൂജിക്കുക. ഞാനൊരു ആശാരിപ്പണിക്കാരനായതുകൊണ്ട് ഞാൻ എന്റെ ഉള്ളിയും മുട്ടിയൊക്കെയാണ് പൂജിക്കുക. അങ്ങനെയുള്ള ആയുധത്തെയാണ് ആയുധ പൂജ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഈ ചാണക സംഖ്യ ആ ആയുധത്തെ എങ്ങനെയാണ് മാറ്റുന്നതെന്ന് അറിയാം. ആളുകളെ ആക്രമിക്കാൻ ഉപയോഗിക്കുന്ന, ആളുകളെ ഇല്ലാതാക്കാൻ ഉപയോഗിക്കുന്ന ആയുധവുമായിട്ടാണ് നമ്മുടെ ഈ ആയുധ പൂജയെ ബന്ധപ്പെടുത്തുന്നത്. അങ്ങനെ ഹിന്ദു ആചാരത്തെ വളച്ചൊടിച്ച് പറയാൻ വേണ്ടി ഇവനെ പോലത്തെ ചാണക സംഖ്യയൊക്കെ പറ്റൂ. ഹിന്ദു ആചാരപ്രകാരം ജീവിക്കുന്ന ഒരു നല്ല ഹിന്ദുവിന് ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റൂല. പക്ഷെ ഇവനൊക്കെ പറച്ചിലും പേരിലും മാത്രം ഹിന്ദു ആയതുകൊണ്ട് എന്ത് വർഗീയതയും പറയാം, എന്ത് ഹിന്ദു ആചാര ലംഘനവും ഇവനൊക്കെ നടത്താം. നമുക്കെന്തായാലും ഇവൻ എന്താണ് ആയുധ പൂജയെ കുറിച്ച് പറഞ്ഞെന്ന് ഘട്ടം ഘട്ടമായിട്ട് കേട്ടിട്ട് വന്നാലോ. ബാ. നമസ്കാരം. എല്ലാ ഹിന്ദു സഹോദരങ്ങൾക്കും എന്റെ നവരാത്രി ആശംസകൾ. ഞാൻ ഇത്തവണ നവരാത്രിക്ക് കഴിഞ്ഞ തവണ തുടക്കം വെച്ച ഒരു കാര്യം ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. എന്തെങ്കിലും വർഗീയത ഓർമ്മപ്പെടുത്താനായിരിക്കും ഇവൻ വന്നിട്ടുണ്ടാവുക, അല്ലാണ്ട് നല്ല കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനൊന്നും ഇവൻ വരില്ല. കാരണം നല്ല കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്താലല്ലേ അത് ഓർമ്മപ്പെടുത്താൻ ഇവനെ കൊണ്ടെല്ലാം പറ്റൂ. നമുക്ക് ഇവന്റെ ഓർമ്മപ്പെടുത്തലിലേക്ക് പോവാം. ബാ. നമ്മുടെ നവരാത്രി ആഘോഷങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ധർമ്മാചരണമാണ് ആയുധപൂജ അഥവാ ശസ്ത്രപൂജ. നമ്മുടെ ശക്തി ആരാധനയുടെ ഭാഗമാണ്. ഏതാണ്ട് നൂറ്റാണ്ടുകളായിട്ട്, ആയിരക്കണക്കിന് തലമുറകളായിട്ട് നമ്മൾ ആചരിച്ചു വരുന്ന ആരാധനയാണ്. കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ അത് അന്യം നിന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ നാട്ടിൽ നിന്നും ഇതുവരെ ആയുധ പൂജ അന്യം നിന്നില്ല കേട്ടാ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ല, ഞാൻ അടക്കം എന്റെ ഉള്ളിയും മുട്ടിയും പൂജിക്കലുണ്ട്. എന്നെപ്പോലത്തെ ഒരുപാട് ആശാരി പണിക്കാരുണ്ട്, അവരിൽ ബഹുഭൂരിപക്ഷവും ആയുധം പൂജിക്കലുണ്ട്. അതിപ്പോ ആശാരിമാരുടെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ ജോലിയിൽ ഏർപ്പെടുന്ന ഹിന്ദുക്കളും, പരമാവധി എല്ലാ ഹിന്ദുക്കളും എന്റെ നാട്ടിലേക്ക് ആയുധം പൂജിക്കലുണ്ട്. പിന്നെ ഇവൻ എവിടുത്തെ കാര്യം പറയുന്നത് എനക്ക് തിരിയുന്നില്ല. ഇനിയിപ്പോ ഇവൻ ഏത് ആയുധത്തിന്റെ കാര്യമാണെന്ന് പറയുന്നത് നമുക്ക് കേട്ടിട്ട് വരാം. ബാ. ഇന്ന് ഈ കാലഘട്ടത്തിൽ ഭാരതവും പ്രത്യേകിച്ച് കേരളവും താലിബാന്റെ പേരിലായാലും, അഫ്ഗാനിസ്ഥാനിൽ നടക്കുന്നതായാലും, പാകിസ്ഥാനിലായാലും, ബംഗ്ലാദേശിലായാലും ഒരാൾ ചാണക സംഖ്യയാണെന്ന് നിങ്ങൾക്ക് എങ്ങനെയാന്ന് മനസ്സിലാക്കാൻ പറ്റുമെന്നറിയാം. അയാൾ സംസാരിച്ചു തുടങ്ങിയിട്ട് ഒരു 5 മിനിറ്റിനുള്ളിൽ പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, താലിബാൻ, ഹിന്ദു, മുസ്ലിം എന്നീ വാക്കുകൾ 5 മിനിറ്റിനുള്ളിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ അയാൾ സംഖ്യയാണ്. അധികം ഡെക്കറേഷൻ ഒന്നും വേണ്ട, ചാണക സംഖ്യയാണ്. നമുക്ക് ഈ ചാണക സംഖ്യയുടെ അടുത്ത കുത്തിത്തിരിപ്പിലേക്ക് പോകാം. ബാ. ഭാരതത്തിനകത്തായാലും ഇന്ന് അധാർമിക പ്രവർത്തനങ്ങൾ, ഭീകരവാദ പ്രവർത്തനങ്ങൾ കൂടി വരുന്നത് കാരണം ഇനി മുതൽ പ്രത്യേകിച്ച് കേരളത്തിലെ ഹിന്ദു സമൂഹത്തോട് എനിക്ക് പറയുവാനുള്ളത്, എന്റെ അഭ്യർത്ഥന, എന്റെ ആഹ്വാനം ഇതാണ്. ഈ വർഷം നവമിക്ക് എല്ലാ ഹിന്ദുക്കളും അവനവന്റെ വീട്ടിലും കഴിയുന്ന സ്ഥലത്ത് ഒന്നിച്ചും ആയുധപൂജ നടത്തണം. ശസ്ത്രപൂജ നമ്മുടെ ജന്മാവകാശമാണ്, ഹിന്ദുവിന്റെ ജന്മസിദ്ധമായ അധികാരമാണ്. അതിനാൽ നിയമപരമായ രീതിയിൽ തന്നെ നിലനിർത്തിക്കൊണ്ട്, നാട്ടിലെ എല്ലാ നിയമങ്ങളെ അനുസരിച്ചുകൊണ്ട് എല്ലാവരും ആയുധപൂജ നടത്തണം, ആയുധപൂജ പങ്കെടുക്കണം. ആബാലവൃദ്ധം ജനങ്ങൾ മുഴുവൻ ഹിന്ദു സഹോദരങ്ങളിൽ പങ്കെടുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഇവൻ എന്താ പറയുന്നറിയാം, എല്ലാ ഹിന്ദുക്കളും ആയുധം പൂജിക്കണമെന്ന്. ഏതായുധം? ആൾക്കാരെ ആക്രമിക്കാൻ ഉപയോഗിക്കുന്ന, ആൾക്കാരെ ഇല്ലാതാക്കാൻ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ എല്ലാ ഹിന്ദുക്കളും വീട്ടിൽ പൂജിക്കണം എന്നാണ് ഈ ചങ്ങായി പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരക്രമത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഇയാൾ ചെയ്യുന്നത്. ഇയാളെ പേരിൽ ശരിക്കും പറഞ്ഞാൽ കേസ് എടുക്കണം. എന്തായാലും എന്റെ പ്രതീഷ് വിശ്വനാഥ് അണ്ണ, ഞാനൊരു കാര്യം പറട്ടെ, നിങ്ങൾ ഇപ്പം പറഞ്ഞ ടൈപ്പ് ആയുധ പൂജ ഉണ്ടല്ല, കേരളത്തിലെ 90% വരുന്ന ഹിന്ദു വിശ്വാസികളും ചെയ്യൂല. ചിലപ്പം ബാക്കി വരുന്ന 10% ഉണ്ടല്ല, നിങ്ങളെപ്പോലത്തെ ചാണകങ്ങൾ, അവര് ചിലപ്പോൾ നിങ്ങളെ വാക്കേട്ടിട്ട് നിങ്ങൾ പറയുന്ന പോലെ ചിലപ്പോൾ ആയുധ പൂജ നടത്തിയേക്കാം. കാരണം നിങ്ങൾക്കും നിങ്ങൾ ആരാധിക്കുന്ന ചാണക സംഖ്യക്കും മാത്രമേ ഹിന്ദു ആരാധനയായ ആയുധ പൂജയെ ഇതുപോലെയുള്ള വൃത്തികെട്ട രീതിയിലുള്ള ആക്രമിക്കാൻ ഉപയോഗിക്കുന്ന ആയുധ പൂജയായിട്ട് മാറ്റാൻ പറ്റും. അല്ലാണ്ട് നമ്മളെപ്പോലത്തെ ഹിന്ദു ആചാരപ്രകാരം ജീവിക്കുന്ന ഒരാൾക്കും ആയുധ പൂജയെ ഇതുപോലെ വൃത്തികെട്ട രീതിയിൽ കാണാനോ കാണിക്കാനോ പറ്റൂല. നമുക്കെന്തായാലും ഇനി ഇവൻ അടുത്തതായിട്ട് എന്താണ് ആയുധ പൂജയെ കുറിച്ച് പച്ചക്കള്ളം പറയുന്നത് കേട്ടിട്ട് വരാം. ബാ. നമ്മുടെ ക്ഷാത്രശക്തിയെ ഉണർത്തണം. ബ്രഹ്മ തേജസ്സും ക്ഷാത്ര തേജസ്സും ഒന്നിച്ചു ചേർന്നാൽ മാത്രമേ നമ്മൾ വിജയം കൈവരിക്കുകയുള്ളൂ. ഈ നവരാത്രി മുതൽ പുതിയ ഒരു രീതിയിലേക്ക് നമ്മൾ നമ്മുടെ സമൂഹത്തെ കൊണ്ടുപോകേണ്ടതാണ്.
ഇപ്പൊ ഇവൻ തന്നെ സമ്മതിച്ച് ഇവൻ പറയുന്ന പോലുള്ള ആയുധ പൂജ പുതിയതായിട്ട് തുടങ്ങാൻ പോകുന്നതാണ്. അതായത് ഇത്രയും കാലമുള്ള ആയുധ പൂജ ഞാൻ പറഞ്ഞ പോലെ അന്നം തരുന്ന ആയുധത്തെ പൂജിക്കുന്നതാണെന്ന് ഇവൻ സമ്മതിച്ച്. അപ്പോഴിവൻ ഹിന്ദു സമൂഹത്തോട് എന്താണ് പറയാൻ പോകുന്നത്? ആചാര ലംഘനം നടത്തണമെന്നല്ലേ? അതായത് ഇതുവരെ നമ്മൾ ആഘോഷിച്ചു വന്ന ആയുധ പൂജയെ മാറ്റിയിട്ട് ആയുധ പൂജ എന്നുള്ളത് ആക്രമിക്കാൻ ഉപയോഗിക്കുന്ന ആയുധം വെച്ച് പൂജിക്കണം എന്ന് പറയുമ്പോൾ ഇവൻ നടത്തുന്നത് ആചാര ലംഘനമല്ലേ? പച്ചക്ക് ആരാധനാ ലംഘനം നടത്താനുള്ള ആക്രോശമല്ലേ ഇവൻ നടത്തുന്നത്? ഇവനെപ്പോലുള്ള വേട്ടാവളിയന്മാരാണ് മറ്റുള്ളവർ ആചാര ലംഘനം നടത്തുന്നതും പറഞ്ഞ് ഹിന്ദുക്കളെ തെരുവിലിറക്കാൻ നോക്കുന്നത്. അതായത് സ്വന്തമായി ആചാരം ലംഘിക്കാൻ വേണ്ടിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന ഈ വേട്ടാവളിയെ ആചാരത്തെക്കുറിച്ചും ആചാര ലംഘനത്തിനെ കുറിച്ചും ക്ലാസ് എടുക്കുന്നു. നാണമില്ലേ പ്രതീഷ് വിശ്വനാഥ് എന്ന പേരുള്ള ഹിന്ദു നാമധാരി നിനക്ക്? ഇനിയെങ്കിലും സംഘി മനോഭാവമുള്ള ഹിന്ദുക്കൾ ഇവനെ മനസ്സിലാക്കണം കേട്ടാ. നല്ല ഹിന്ദുക്കല്ല ഇവനെ കൃത്യമായിട്ട് അറിയാം. സംഘി മനോഭാവമുള്ള ഹിന്ദുക്കൾ മനസ്സിലായിക്കോ, ഇവൻ ചെയ്യുന്നതാണ് ആചാര ലംഘനം. ഇവനെയാണ് ഹിന്ദു സൂക്ഷിക്കേണ്ടത്, അല്ലാണ്ട് വേറെ ആരെയല്ല. ഇവനപ്പോഴത്തെ കുറെ പച്ച ചാണകങ്ങളുണ്ട്, അവരെ മാത്രമാണ് ഹിന്ദു പേടിക്കേണ്ടതും അവരെ മാത്രമാണ് ഹിന്ദു ശ്രദ്ധിക്കേണ്ടതും. ഇനി നമുക്ക് ഇവൻ അവസാനമായിട്ട് ഹിന്ദു ആചാരത്തെ കുറിച്ച് എന്ത് വൃത്തികേടാന്ന് പറയുന്നത് കേട്ടിട്ട് വരാം. വാ. ശാസ്ത്രവീര്യം വീണ്ടെടുക്കുന്നതിന്റെ ഏറ്റവും പുതിയ തുടക്കമാവട്ടെ. ഈ കാലഘട്ടത്തിൽ നമുക്ക് ഓരോരുത്തർക്കും അത് വലിയ പ്രചോദനമാകട്ടെ. അതിന്റെ ഒരു കാരണമുണ്ട്. അതിന്റെ കാരണം ഇതാണ്: ആയിരക്കണക്കിന് തലമുറ കൊണ്ട് ആചരിച്ച് കൈമാറിയ ആചാരങ്ങളെയും ക്ഷാത്രവീര്യത്തെയും നമ്മൾ അടുത്ത തലമുറയ്ക്ക് കൈമാറിയില്ല എങ്കിൽ വരാൻ പോകുന്ന കാലഘട്ടത്തിൽ അടുത്ത തലമുറ ഒരുപക്ഷെ നമ്മളെ വഞ്ചകരായി കണക്കാക്കും. അടുത്ത തലമുറ ഈ നാട് നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുന്നത് കാണേണ്ടി വരും. അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കാൻ, ഈ നാടിനെ അധർമ്മികളുടെ കയ്യിലേക്ക്, ഭീകരവാദികളുടെ കയ്യിലേക്ക് പോകാതിരിക്കാൻ, ഈ സമാജത്തെയും രാഷ്ട്രത്തെയും ധർമ്മത്തെയും രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് മുന്നേറുന്ന പാതയിൽ ഈ നവരാത്രി നമുക്ക് നമ്മുടെ ആയുധപൂജ വീണ്ടെടുക്കാനും വീണ്ടും തുടങ്ങുവാനും എല്ലാവരിലേക്ക് എത്തിക്കാനും അടുത്ത തലമുറയ്ക്ക് കൊടുക്കുവാനും സാധ്യമാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ജയ് ദുർഗ. എനിക്കെന്റെ ദുർഗാദേവിയോടും എല്ലാ ദൈവങ്ങളോടും ഒരു കാര്യമേ പറയാനുള്ളൂ. ഈ വേട്ടാവളിയം പറഞ്ഞ പച്ച വർഗീയത കേട്ടിട്ടെങ്കിലും വരും തലമുറ പഠിക്കട്ടെ ഒരു ഹിന്ദു എങ്ങനെയാകാതിരിക്കണം, ഒരു മനുഷ്യൻ എങ്ങനെയാകാതിരിക്കണമെന്ന്. ശരിക്കും പറഞ്ഞാല് അടുത്ത തലമുറ നമ്മളെ തെറി വിളിക്കുന്നുണ്ടെങ്കിൽ എന്തിനായിരിക്കും തെറി വിളിക്കുമെന്നറിയാം. ഇവനെപ്പോലുള്ള വേട്ടാവളിയന്മാർക്ക് പച്ച വർഗീയത പറയാനും ഇവൻ പറയുന്നത് കേട്ടിട്ട് ഇവനെ വിശ്വസിക്കുന്ന വേറെ കുറെ വർഗീയവാദികൾക്ക് ഇവിടെ ജീവിക്കാനും അവസരം ഉണ്ടാക്കിയല്ലോ എന്ന് പറഞ്ഞിട്ട് വരുന്ന തലമുറ നമ്മളെ പുച്ഛിക്കും, നമ്മളെ തെറി വിളിക്കും. നിങ്ങൾ ഇവന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ ഏതെങ്കിലും ഒരു പാവപ്പെട്ട ഹിന്ദുവിനെ സഹായിക്കാൻ വേണ്ടി ഇവൻ എപ്പോഴെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഉണ്ടാവൂല, അങ്ങനെ സംഭവിക്കേയില്ല. പക്ഷെ ഇവന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ ദിവസത്തിൽ ഒരു തവണയെങ്കിലും ഇവൻ അന്യമത വിദ്വേഷം വിളമ്പും, പച്ച വർഗീയത വിളമ്പും. കാരണം ഇവന് പച്ച വർഗീയതയും അന്യമത വിദ്വേഷവും വിളമ്പില്ലെങ്കിൽ ഉറങ്ങാൻ കഴിയില്ല. ഞാൻ നല്ലവരായ ഞാനടങ്ങുന്ന ഹിന്ദു സമൂഹത്തോട് ഒരു കാര്യമേ പറയുന്നുള്ളൂ: നമ്മുടെ പുണ്യ പുരാതന ആചാരമായ ആയുധ പൂജയെ, അതായത് നമ്മുടെ അന്നം തരുന്ന ആയുധത്തെ പൂജിക്കുന്ന ആ പൂജയെ മാറ്റിയിട്ട് മറ്റുള്ളവനെ ആക്രമിക്കുന്ന, മറ്റുള്ളവനെ ഇല്ലാതാക്കുന്ന ആയുധം വെച്ചിട്ട് അങ്ങനെ ഒരു ആയുധ പൂജ ഉണ്ടാക്കാനാണ് ഈ വാട്ടാവളിയന്മാർ ശ്രമിക്കുന്നത്. അതായത് നമ്മുടെ ആചാരത്തെ ലംഘിക്കാനാണ് ഇവനടങ്ങുന്ന ചാണക സംഖ്യയുടെ ശ്രമം. ആ ആചാര ലംഘനത്തിലുള്ള ശ്രമം നമ്മളടങ്ങുന്ന ഹിന്ദുക്കള്, നല്ലവരായ ഹിന്ദുക്കള് ചെറുത്ത് നിൽക്കണം. ഇവനെപ്പോലുള്ള വേട്ടാവളിയന്മാരെ ഹിന്ദു സമൂഹത്തിൽ നിന്ന് ആട്ടി ഓടിക്കണം. അതുകൊണ്ട് ഇത് കാണുന്ന എല്ലാവരോടും വരും തലമുറയോടും എനിക്കൊന്നേ പറയാനുള്ളൂ: ഇവനെ പോലെ പ്രതീഷ് വിശ്വനാഥിനെ പോലെയാകരുത്, ഇവനെ ആരാധിക്കുന്നവരെ പോലെയാകരുത്. ഒരു ഹിന്ദുവും ഒരു മനുഷ്യനും ഒരിക്കലും ഇവരെ പോലെ തരം താഴരുത്. അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.